Good morning all. Welcome to General Awareness class of LKG. നിങ്ങളുടെ LKGയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പുതിയ ചാപ്റ്ററിൽ ജനറൽ അവയർനെസ് എന്താണെന്ന് അറിയാമോ? ദാറ്റ് ഈസ് അബൌട്ട് അനിമൽസ്. ആരെ കുറിച്ച് പഠിക്കാൻ പോകുന്നേ? അനിമൽസ്. എന്തിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നേ? അനിമൽസിനെ കുറിച്ചാണ്. എന്താണ് അനിമൽ എന്ന് പറഞ്ഞാൽ? അനിമൽ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്. എന്താണ് മൃഗങ്ങൾ? ജീവികൾ. ഇവയാണെന്ത്? അനിമൽസ്. അനിമലിന്റെ സ്പെല്ലിംഗ് എന്താ? ANIMAL. അനിമൽ. അനിമൽസ് എന്ന് പറയുമ്പോൾ ഒരു എസ് കൂടെ ചേർക്കണം. അനിമൽസ്. ഓക്കെ, ഏതൊക്കെ അനിമൽസിനെ നിങ്ങൾക്ക് അറിയാം? കിഡ്സിന് അറിയാവുന്ന അനിമൽസിന്റെ പേരൊക്കെ പറയൂ. ഓക്കെ, ഡോഗ്. ദെൻ കൗവിനെ അറിയാം. പിന്നെയോ? പിന്നെ ഗോട്ടിനെ അറിയാം. അങ്ങനെ കുറെ അനിമൽസ് ഒക്കെ അറിയാം അല്ലെ? ടൈഗർ, ലയൺ. പിന്നെയോ? വലിയ അനിമലിന്റെ പേരെന്താ? എലിഫന്റ്. പിന്നെ ജിറാഫ്. ജിറാഫും എലിഫന്റ് ഒക്കെ വലുതാണ് അല്ലെ? ജിറാഫിന് ഹൈറ്റ്, കഴുത്തിന്റെ നീളം കൂടുതലാണ്. പക്ഷെ ആനയോ ബിഗ്ഗസ്റ്റ് അനിമൽ ആണ്. ഓക്കെ, ലാൻഡിലെ ബിഗ്ഗസ്റ്റ് അനിമൽ ആണ്. ആൻഡ് നമുക്കപ്പോൾ എന്ത് ചെയ്യാം? കുറച്ച് ടൈപ്പ് ഓഫ് അനിമൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ടൈപ്സ് ഓഫ് അനിമൽസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന് ഡൊമസ്റ്റിക് അനിമൽ ആണ്, മറ്റൊന്ന് വൈൽഡ് അനിമൽ ആണ്, ആൻഡ് മറ്റൊന്ന് വാട്ടർ അനിമൽസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? വൈൽഡ് അനിമൽസ്, ഡൊമസ്റ്റിക് അനിമൽസ്, വാട്ടർ അനിമൽസ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് അനിമൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ഡൊമസ്റ്റിക് അനിമൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഡൊമസ്റ്റിക് അനിമൽ എന്ന് വെച്ചാൽ അറിയാമോ? ഡൊമസ്റ്റിക് അനിമൽ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ വളർത്തുന്ന മൃഗങ്ങളെയാണ് എന്ത് പറയുന്നത്? ഡൊമസ്റ്റിക് അനിമൽ എന്ന് പറയുന്നത്. എന്നാൽ വൈൽഡ് അനിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൽഡ് അനിമൽ എന്ന് വെച്ചാൽ കാട്ടിൽ ജീവിക്കുന്ന, കാട്ടിൽ വളരുന്ന, കാടുമായി പൊരുത്തപ്പെടുന്ന ജീവികളാണ് വൈൽഡ് അനിമൽസ്. ആൻഡ് വാട്ടർ അനിമൽസ് എന്ന് വെച്ചാലോ വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെയാണ് എന്ത് പറയുന്നത്? വാട്ടർ അനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്നിനെ മാത്രം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിൽ ഏതൊക്കെ തരം ജീവികളുണ്ട്, അവ ഏതൊക്കെയാണ്, അവയുടെ സ്പെല്ലിംഗ് എന്താണെന്നൊക്കെ പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡൊമസ്റ്റിക് അനിമൽസ് ആണ്. പേജ് നമ്പർ 8080 എടുക്കുക. അവിടെ എന്താണ് ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്ന ഒരു പേജ് കാണാം. ഡൊമസ്റ്റിക് അനിമൽസിന്റെ സ്പെൽസ് ഒക്കെ അവിടെ കാണാം. അവിടെ അതിനെ കുറിച്ച് കുറച്ച് എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫാം അനിമൽസ് ആൻഡ് പെറ്റ് അനിമൽസ് ആർ ഡൊമസ്റ്റിക് അനിമൽസ്. ഡൊമസ്റ്റിക് അനിമൽസ് ആർ യൂസ്ഫുൾ ടു അസ്. ഫാം അനിമൽസ്, പെറ്റ് അനിമൽസ് എന്നിവയാണ് എന്ത്? ഡൊമസ്റ്റിക് അനിമൽ. പെറ്റ് അനിമൽ എന്ന് പറഞ്ഞാൽ അരുമ മൃഗങ്ങൾ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ അരുമ മൃഗങ്ങളെ പെറ്റ് അനിമൽ എന്ന് പറയും. ഫാം അനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിൽ വളർത്തുന്ന, നമ്മുടെ കാർഷികപരമായി വളർത്തുന്ന, ഫാം വൈസ് വളർത്തുന്ന അനിമൽസ്. ഇവയാണ് എന്ത്? ഡൊമസ്റ്റിക് അനിമൽസ്. ഡൊമസ്റ്റിക് അനിമൽസ് ആർ യൂസ്ഫുൾ ടു അസ്. നമുക്ക് ഡൊമസ്റ്റിക് അനിമൽ വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, നമുക്കിനി ഓരോ അനിമലായി നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് കൗ. കൗവിന്റെ സ്പെല്ലിംഗ് എന്താ? COW, കൗ. ഓക്കെ, കൗവിനെ കാണാമല്ലേ? അവിടെ വെളുത്തതും അതിൽ കറുത്ത നിറത്തിലുള്ള പാണ്ടുകൾ ഉള്ളതുമായ ഒരു കൗവിനെയാണ് അവിടെ കാണുന്നത്. കൗ എന്ന് വെച്ചാൽ എന്താണ്? പശുവാണ്. എന്താണ്? പശുവാണ്. പശുവിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഡൊമസ്റ്റിക് അനിമൽ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കൗ? കൗവിനെ കൊണ്ട് നമുക്കുള്ള യൂസ് എന്താണ്? We get milk from cow. നമുക്ക് കൗവിൽ നിന്നാണ് എന്ത് ലഭിക്കുന്നത്? മിൽക്ക് ലഭിക്കുന്നത്, നമുക്ക് പാല് ലഭിക്കുന്നത്. We get, നമുക്ക് എന്ത് കിട്ടുന്നു? മിൽക്ക് ഫ്രം എവിടെ നിന്നാണ്? കൗ. ഫ്രം കൗ. ഓക്കെ, ആൻഡ് ഗോട്ട്. അടുത്തത് ഗോട്ട് ആണ്. ഗോട്ടിനെ അറിയാമോ? കണ്ടിട്ടില്ലേ? സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഗോട്ടിനെ കണ്ടിട്ടില്ലേ? ഉണ്ട്. ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്. എന്താണ്? ആടാണ് ഗോട്ട് എന്ന് പറഞ്ഞാൽ. ഗോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ആടാണ്. ഗോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ആടാണ്. ഓക്കെ, ഗോട്ടിന്റെ സ്പെല്ലിംഗ് എന്താ? ഗോട്ടിന്റെ സ്പെല്ലിംഗ് GOAT ആണ്. ഗോട്ടിന്റെ സ്പെല്ലിംഗ് GOAT ആണ്. ഗോട്ടിന്റെ സ്പെല്ലിംഗ് GOAT ആണ്. ഓക്കെ, ആൻഡ് ഈ ഗോട്ടിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? യൂസ് എന്താണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ ഗോട്ട്? ഗോട്ടിനെ കൊണ്ടുള്ള യൂസ് എന്താണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗോട്ട്? ഗോട്ടിന്റെ യൂസ് എന്താ? യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം.
അല്ലെങ്കിൽ നമുക്കുള്ള ഉപകാരം എന്താണ്? ഗോട്ട് നമുക്ക് മീറ്റ്, നല്ല ഫ്ലഷ് തരുന്നുണ്ട്. ഗോട്ടിന്റെ, അതായത് മട്ടൺ കറി കഴിക്കില്ലേ, അതെന്താണ്? ഈ ഗോട്ടിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹോഴ്സ്. ഹോഴ്സിനെ അറിയാമോ? HORSE. ഹോഴ്സിന് നല്ല എന്താണ്? പവറാണ്. അത് നന്നായിട്ട് ഓടും, ഭയങ്കര സ്പീഡിൽ ഓടാൻ കഴിയുന്ന ഒരു അനിമൽ ആണ് ഹോഴ്സ്. ഓക്കെ, ഹോഴ്സ് നന്നായിട്ട് ഓടും. ഹോഴ്സിന്റെ റൈസ് ഒക്കെ വെക്കാറുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തത്തമംഗലത്തൊക്കെ എന്ത് ചെയ്യും? ഹോഴ്സ് റണ്ണിങ് വെക്കാറുണ്ട്. ഓക്കെ, ആൻഡ് ഹോഴ്സിന്റെ സ്പെല്ലിംഗ് എന്താണ്? HORSE. അതിന്റെ മലയാളത്തിൽ എന്താ പറയാ? കുതിര. എന്ത് പറയും? കുതിര. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ hen. HEN. hen എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കോഴിയാണ്. എന്താണ്? കോഴിയാണ് hen എന്ന് പറയുന്നത്. hen എന്ന് പറഞ്ഞാൽ എന്താണ്? കോഴിയാണ്. കോഴി നമുക്ക് എന്ത് തരും? കോഴി നമുക്ക് മുട്ട തരും, അല്ലേ? ഗുഡ്. കോഴി നമുക്ക് മുട്ട തരും. മുട്ട ഇംഗ്ലീഷിൽ എന്താണ് പറയുക? എഗ്. എന്ത് പറയും? എഗ്. EGG, എഗ്. ഓക്കെ, കോഴി നമുക്ക് മുട്ട തരും. കോഴി ഇംഗ്ലീഷിൽ hen എന്ന് പറയും. HEN ആണ് ഹെന്നിന്റെ സ്പെല്ലിംഗ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റാബിറ്റ്. ആരാണ്? റാബിറ്റ് ആണ്. എന്താണ് റാബിറ്റ് എന്ന് പറഞ്ഞാൽ? റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയലാണ്. റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുയലാണ്. റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയലാണ്. റാബിറ്റിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാമോ? RABBIT. റാബിറ്റ്. ഈ റാബിറ്റ് ഉണ്ടല്ലോ, റാബിറ്റ് എന്താ കഴിക്കുക? ക്യാരറ്റ് ആണ്. പക്ഷെ ഈ റാബിറ്റിനെ നമ്മൾ മനുഷ്യന്മാർ കഴിക്കും. റാബിറ്റിന്റെ മീറ്റിന്, ഫ്ലഷിന് നല്ല വിലയുള്ള ഒന്നാണ്. റാബിറ്റ് കൃഷിയാക്കാറുണ്ട് ഫാംസിൽ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഡോഗ്. DOG, ഡോഗ്. പലരുടെയും വീട്ടിൽ ഡോഗ് ഒക്കെ വളർത്തില്ലേ? നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഡോഗിനെ? കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ട്. ചിലരുടെ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടാവും, ചിലരുടെ വീട്ടിലെ പെറ്റ് ഡോഗ്സ് ഉണ്ടാവും, അല്ലെ? അങ്ങനെ ലോട്ട് ഓഫ് ഡോഗ്സിനെ നമുക്കറിയാം. ആൻഡ് ഹൈബ്രിഡ് ഡോഗ്സിനെ ഒക്കെ നമുക്കറിയാം. ഈ ഡോഗിന്റെ സ്പെല്ലിംഗ് എന്താ? DOG. എന്താണ്? DOG ആണ് ഡോഗ്. ഡോഗിന് നമ്മൾ മലയാളത്തിൽ എന്താണ് പറയുക? നായ എന്നാണ് പറയുക. നായ. ഡോഗ്. DOG, ഡോഗ്, നായ. ഈ ഡോഗിനെ കൊണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തിയാലുള്ള ഗുണം എന്താ? ആരെങ്കിലൊക്കെ വരുമ്പോൾ ബാർക്ക് ചെയ്യും. രാത്രിയൊക്കെ നമ്മുടെ വീട്ടിനെ കാവലിരിക്കാൻ ആര് ബെസ്റ്റ് ആണ്? ഈ ഡോഗ് ബെസ്റ്റ് ആണ്, അല്ലേ? ആൻഡ് ട്രെയിനിങ് കൊടുത്താൽ അതിന് നല്ല കഴിവുകൾ വേറെയും ഉണ്ടാവും. നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കും. അടുത്തത് ക്യാറ്റ് ആണ്. എല്ലാവർക്കും ക്യാറ്റിന്റെ സ്പെല്ലിംഗ് അറിയില്ലേ? എന്താണ് ക്യാറ്റിന്റെ സ്പെല്ലിംഗ്? CAT, ക്യാറ്റ്. ഓക്കെ, ഈ ക്യാറ്റിനെ കണ്ടിട്ടുണ്ടോ? ക്യാറ്റ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക? സൗണ്ട് ഉണ്ടാക്കുന്നത് മ്യാവ് എന്നാണ്. എങ്ങനെയാണ്? മ്യാവ് എന്നാണ്, അല്ലേ? ഇവിടെ കാണുന്ന പൂച്ച കണ്ടോ? കറുപ്പ് നിറമൊക്കെ മിക്സ് ആയ ഒരു പൂച്ചയാണ്. നല്ല തിളങ്ങുന്ന കണ്ണുകളൊക്കെ ഉണ്ടാവും പൂച്ചയ്ക്ക്, അല്ലെ? രാത്രി കണ്ടാൽ പച്ച നിറത്തിൽ ഇങ്ങനെ തിളങ്ങുന്ന കണ്ണൊക്കെ കാണാറില്ലേ? യെസ്. ആൻഡ് പൂച്ച എന്താണ് കുടിക്കുക? പാലൊക്കെ കട്ട് കുടിക്കുന്ന ഒരാളാണ് ആര്? പൂച്ച, അല്ലെ? മീനും പാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആർക്ക്? പൂച്ചയ്ക്ക്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? ഡൊമസ്റ്റിക് അനിമലില് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഈ പഠിച്ച ഡൊമസ്റ്റിക് അനിമൽസിന്റെ പേരൊക്കെ നിങ്ങൾ പഠിക്കുക. കേട്ടാൽ മാത്രമേ എന്ത് ചെയ്യണം? പഠിക്കണം. സ്പെല്ലിംഗ് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിന് മലയാളത്തിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയാനറിയണം, ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മലയാളത്തിലും പറയാനറിയണം. ഓക്കെ, ബൈ.